ഹൗ ഡു യു ബാലൻസ് സ്പിരിച്വൽ ഗ്രോത്ത് വിത്ത് പ്രാക്ടിക്കൽ എവരിഡേ റെസ്പോൺസിബിലിറ്റി? അത് പ്രശ്നം എന്താണ്? കാരണം നമ്മൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിലും ഒരു മെഡിറ്റേഷനൊക്കെ വെച്ചാൽ മുക്കാൽ മണിക്കൂറൊക്കെ മതി സാധാരണ. ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഒരു എന്താ പറയുക, ആ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആളല്ല. ഇപ്പോൾ IT ഫീൽഡ് വേറെ ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഒരു ദിവസം മുക്കാൽ മണിക്കൂർ ഒരു സ്പിരിച്വൽ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ടുള്ളൂ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലൻസിങ് ചെയ്യുക, ചക്ര ക്ലൻസിങ് ചെയ്യുക, ഈ സംഭവം ചെയ്യാൻ അത്ര സമയം വേണ്ടുള്ളൂ. കാരണം സാധാരണക്കാർക്ക്, ഇപ്പോൾ വളരെ സാധാരണക്കാർക്ക് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ല. ഒരു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൗകികമായ ജീവിതങ്ങളൊക്കെ വിട്ട് നിങ്ങൾ സന്യാസത്തിലേക്ക് പോകും, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം സ്പിരിച്വാലിറ്റി നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ്, ഒരുപാട് രീതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ, നമ്മുടെ മൈൻഡിൻ്റെ പവർ, നമ്മൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സോൾ എവല്യൂഷൻ, നമ്മുടെ സ്പിരിച്വൽ എവല്യൂഷൻ, എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സ്പിരിച്വാലിറ്റിക്ക് തരാൻ പറ്റും. കൂടാതെ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തണം. കാരണം നമ്മളിവിടെ വന്ന് നമുക്ക് ഒരുപാട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അപ്പം അതും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൃത്തത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സംഭവം സ്മൂത്താണ്. അപ്പം ഞാനൊക്കെ തന്നെ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഒരു ഫേസ് ഉണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ചെയ്യുമ്പോഴാണല്ലോ ഒരു ലൈഫ് ഒരു അടിപൊളിയാവുന്നത്. അപ്പം അതുപോലെ ആവണം, അല്ല എന്നെപ്പോലെ ആവണം എന്നല്ല, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അത് ലീഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.